ഹലോ നമസ്കാരം. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും പിന്നെ നമ്മുടെ ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഇന്ന് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും കടലയാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് നന്നത് പുട്ടും കടലയല്ല അല്ലേ. അപ്പോൾ കടലൊക്കെ എന്തായി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം നമുക്ക് കടലക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഈസി കടലക്കറിയാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇന്ന് വറുത്തരച്ചുള്ള കടലക്കറിയാണ് എന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നാളികേരം ചെരിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നാളികേരം എടുത്ത് ഒന്ന് വറുത്തരച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെറിയ കടലയും മേടിക്കാറുണ്ട്, വലിയ കടലയും മേടിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വലിയ കടലയാണ് ഉള്ളത്. അപ്പോൾ ചെറിയ കടല ആയിട്ട് ടേസ്റ്റ് വലിയ കടലയാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇതേ കടലയൊക്കെ ഒന്ന് കഴുകി ഇതേ കുക്കറിലേക്ക് ഇടണം. അപ്പോൾ അത് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള നാളികേരം കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ പുട്ടും കടലക്കറിയും. അപ്പോൾ നാളികേരം ഒക്കെ വറുത്തരച്ച് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കടലക്കറിയാണെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു കട്ടൻ ചായയും നല്ലൊരു ചൂടുള്ള ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലതല്ലേ. പിന്നെ നമ്മുടെ ഡബിൾ ഓട്സിൻ്റെ നല്ല ഇപ്പോൾ മിക്ക പുട്ടുപൊടി അങ്ങനെ തന്നെയാണ്, സ്റ്റീംഡ് പുട്ടുപൊടിയല്ലേ. അപ്പോൾ അതാകുമ്പോൾ പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് കൈകൊണ്ടൊന്ന് വെറുതെ ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ പുട്ടുപൊടി റെഡിയാവും. നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ ഒന്ന് തിളച്ച വെള്ളം ഒഴിച്ച് പിന്നെ അത് നന്നായി തിരുമ്പി എടുക്കൊന്നും വേണ്ട. കുറച്ച് പുട്ടുപൊടി ഇടുക, നാളികേരം ഇടുക, കുറച്ച് ഉപ്പിടുക, കുറച്ചധികം വെള്ളം ഒഴിച്ച് ഇങ്ങനെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് മൂടി വയ്ക്കുക, മാറ്റി വയ്ക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ അതിൻ്റെ ഇടയിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പുട്ടുപൊടി സെറ്റായിട്ടുണ്ടാവും. അതൊന്ന് കൈകൊണ്ടൊന്ന് ഉതിർത്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് പുട്ടുമാവും കേട്ടോ. പിന്നെ ഞാൻ ഡബിൾ ഓട്സിൻ്റെ പൊടിയാണ് എടുത്തുള്ളത്. അപ്പോൾ അതങ്ങനെയില്ല, മാറി മാറി ഓരോ പൊടികൾ വാങ്ങിക്കും. അപ്പോൾ കുറച്ച് നാളികേരം ചെരുകിയത് ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അതേ നമ്മൾ ഉച്ചക്കലത്തും കൂടി ഒരുമിച്ച് നാളികേരം ഒന്ന് ചെരുകി വയ്ക്കണം കേട്ടോ. അപ്പോൾ കടലൊക്കെ അടപ്പത്ത് ഇതേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ചോറിനുള്ള വെള്ളമിട്ടു, അരിയൊക്കെ ഒന്ന് കുറച്ച് നേരം വെള്ളമൊഴിച്ച് വെച്ചു. പിന്നെ അതേ നമ്മൾ അതൊന്ന് കഴുകി ഇടാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതേ നമ്മളൊരു കാപ്പിക്ക് കുടിച്ച്, അപ്പോൾ അതുവരെ ഒരു ഉഷാറുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു കാപ്പിക്ക് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മളങ്ങോട്ട് ചടപടേന്ന് ഇങ്ങനെ പണികൾ തീർത്തുടങ്ങും അല്ലേ. അപ്പോൾ ഇതേ കടലൊക്കെ വെന്ത് അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇതേ ചോറിനുള്ള അരി ഇട്ടു. പിന്നെ ഇത് ചീഞ്ചട്ടി വെച്ച് കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ വറുത്തെടുക്കണ പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഒരു പിടി 1-2 പിടി എടുക്കാൻ പറ്റുള്ളൂ. അത്രയും കുറവ് മതി നാളികേരം. അപ്പോൾ കുറച്ച് നാളികേരം എടുത്ത് അതിലേക്ക് 2-3 ചെറിയുള്ളിയും 2 വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ചെറിയ ഇതിൽ ഒന്ന് കരിഞ്ഞു പോവാതെ ഒന്ന് വറുത്തെടുക്കുക. മൂത്ത് വരുമ്പോൾ നമ്മുടെ പൊടികൾ ചേർക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അതും ഒന്ന് ചൂടാക്കി അങ്ങോട്ട് മാറ്റി വെച്ചാൽ പിന്നെ അതൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുത്താൽ മതി.
അപ്പോൾ നാളികേരമൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ച് ഇതേ അപ്പുറത്ത് അങ്ങോട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറും അതുപോലെ ചൂടാറി വന്നപ്പോൾ അതൊന്ന് തുറന്ന് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നമ്മൾ ചെറിയ തീയിൽ വെച്ച് അങ്ങനെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നാളികേരം ഒന്ന് ചൂടാറുമ്പോൾ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും പുട്ടിനുള്ള പൊടി എടുത്തു, അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടാണ് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ കടലക്കറിക്കൊന്ന് റെഡി ആയിക്കുമ്പോഴേക്കും പുട്ടിൻ്റെ പൊടി നന്നായിട്ട് അങ്ങനെ ഡ്രൈ ആയി വരും. അപ്പോൾ ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്പിയെടുത്താൽ കഴിഞ്ഞാൽ പുട്ട് പൊടി റെഡിയാവും. നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്, അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ നമുക്ക് ഇത്തിരി വെള്ളം കൂടിയാലും പ്രശ്നമൊന്നുമില്ല, അത് നല്ല ഡ്രൈ ആയി വരും അങ്ങനെ കുറച്ച് നേരം മാറ്റി വയ്ക്കുമ്പോഴേക്കും. അല്ലെങ്കിൽ നമ്മൾ പുട്ടുപൊടി ആകുമ്പോൾ കുറച്ചായി വെള്ളം ഒഴിച്ച് ഒന്ന് തിരുമ്പി പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച്, ഇപ്പം പിന്നെ എല്ലാം ഈസി പണിയല്ലേ അല്ലേ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചത് അപ്പോഴേക്കും നാളികേരം ഒന്ന് ചൂടാറിയപ്പോൾ അതും അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വേവിച്ച കടലയില്ലേ, ഒരു 5-10 മണി വേവിച്ച കടലയും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചത് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും കടലക്കറിക്ക്. അപ്പോൾ അതേ കടലക്കറിയിലേക്ക് ഇതേ നാളികേരം അരച്ചൊഴിച്ചു. പിന്നെ ഒരു നുള്ള് ഗരം മസാല ഇടും കേട്ടോ ഞാനിതിലേക്ക്. അപ്പോൾ അതും കൂടി ഇട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ടൊന്ന് തീ കുറച്ച് വെച്ച് അതങ്ങനെ അവിടെ ഇരുന്നിട്ടൊന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും താളിക്കാനായിട്ട് ഇതേ അപ്പുറത്ത് പാനും വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ച് നമുക്ക് താളിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറി ഒക്കെ റെഡിയായി. അപ്പോൾ അത് ഒന്ന് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി നമുക്ക് കുക്കറൊക്കെ ഒന്ന് കഴുകാനായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ കടലക്കറിയൊക്കെ റെഡി ആകുമ്പോഴേക്കും പുട്ടിൻ്റെ വെള്ളമൊക്കെ വറ്റി, അങ്ങനെ അതിൽ വെള്ളം വറ്റിയെന്ന് പറയാൻ എന്താണെന്ന് വെച്ചാൽ മേലേക്ക് വെള്ളം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയി വരും. അപ്പോൾ അതൊന്ന് കൈകൊണ്ടൊന്ന് തിരുമ്പി എടുത്താൽ നമ്മുടെ പുട്ടുപൊടി റെഡിയാവും. അപ്പോൾ എൻ്റെ ഇടയ്ക്കിടെ നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പുട്ട് വെള്ളമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുട്ട് പെട്ടെന്ന് ഇങ്ങനെ ആവിയൊക്കെ വന്ന് നല്ല സോഫ്റ്റായിട്ട് പുട്ടാവും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കടലക്കറി ഒരു ബൗളിലേക്ക് മാറ്റി. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ കഴുകാനായിട്ട് വെക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ പാത്രങ്ങളുണ്ട് കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണികളൊക്കെ ഒരുവിധം എല്ലാ പാത്രങ്ങളും കൂടി അങ്ങനെ കൂടിക്കെടുക്കില്ലല്ലോ. അപ്പോൾ എല്ലാ പാത്രങ്ങളും അങ്ങോട്ട് കഴുകിയെടുക്കാമല്ലോ. അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇതേ പാത്രങ്ങളും കൂടി ഒന്ന് കഴുകി എന്നിട്ട് വേണം ഉച്ചക്കാലത്തേക്കുള്ള കറികളൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട്.
അപ്പോൾ ഈ പാത്രങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെയാണ്. അപ്പം അതങ്ങോട്ട് കഴുകി കഴിഞ്ഞ് പിന്നെ ആ സിങ്കൊന്ന് ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് വൃത്തിയാക്കിയ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ. അപ്പം അത് കഴിയുമ്പോഴേക്കും പിന്നെ ഉച്ചക്കലത്തെ കറിയുടെ പാത്രങ്ങളാവും. നമുക്ക് പിന്നെ പാത്രം കഴുകേണ്ട ഒരു കാര്യമില്ലല്ലോ, എപ്പോഴും ഉണ്ടാവും കുറച്ച് കുറച്ചായിട്ട് പാത്രങ്ങൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് പാത്രങ്ങൾ. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും. പിന്നെ അതങ്ങോട്ട് കുറച്ച് കുറച്ചുള്ളത് അങ്ങോട്ട് കഴുകി വെച്ചാൽ അത്രയും നമുക്ക് ലാഭമാണ് അല്ലേ. അപ്പോൾ ഇതേ കാലത്തെ പാത്രങ്ങളൊക്കെ കഴുകി ആ സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ ഇതേ നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് ഇതേ നമ്മുടെ ചീര വീണ്ടും വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചക്കക്കുരു ഉണ്ട് കുറച്ച്. അപ്പോൾ അതും ചീരയും കൂടിയിട്ട് ഒരു തോരനാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ള ചീരയൊക്കെ ഞാൻ പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് വരുന്നിട്ടും മുമ്പാണ് ചീരയൊക്കെ പൊട്ടിച്ചത്. ഇപ്പോൾ വീണ്ടും പൊടിച്ച് വന്നു, ഇത്തിരി വലുതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായി പൊട്ടിച്ചെടുത്തു. പിന്നെ 2 പച്ചമുളകും പൊട്ടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത് ചക്കക്കുരും ചീരയും കൂടിയിട്ടൊരു തോരനാക്കാം. അപ്പോൾ ചീരയിൽ അത്യാവശ്യം നന്നായിട്ട് പൊടി ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നന്നായി കഴുകിയെടുത്താൽ മതി. അപ്പോഴേക്കും ചക്കക്കുരും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ പറഞ്ഞ പോലെ ചക്കക്കുരു കട്ടയിലൊരു പണിയാണ് അല്ലേ. കൂർക്ക നന്നാക്കൽ, ചക്കക്കുരു അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കൽ, അതൊക്കെ ഒരു പണിയാണ്. അപ്പോൾ അത് ചക്കക്കുരു ഒന്ന് ആദ്യത്തെ തൊലി കളഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ പിന്നെ മറ്റേ തൊലി കളഞ്ഞ് എടുക്കാൻ സുഖമാണ്. അപ്പോൾ അത് ചക്കക്കുരൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ അത് അടുപ്പിലോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മൾ ചീരയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് ഒരു 3-4 പ്രാവശ്യമെങ്കിലും അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടിയൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഇതേ അരിഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരൊക്കെ വെന്ത് വരുമല്ലോ. അപ്പോൾ അത് ഒരു തോരനാക്കാം രണ്ടും കൂടിയിട്ട്. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം ഇനി മീനൊന്ന് നന്നാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പം മീനൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ മീൻ നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീനൊക്കെ ഞാൻ നന്നാക്കി. അപ്പോൾ അത് ചീര ഒന്ന് അരിഞ്ഞ് അത് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ചക്കക്കുരും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയിലേക്ക് കുറച്ച് നാളികേരപ്പാലിലാണ് ഇന്ന് മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നാളികേരപ്പാൽ ഒഴിച്ചു. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമാങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു. പിന്നെ ഇഞ്ചിയും പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പിലിട്ട് പിന്നെ അത് ഒന്ന് തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കാം. അപ്പം മാങ്ങ ഒരു കുഞ്ഞ് മാങ്ങയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാനൊരു കഷ്ണം കുടംപുളിയും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതേ തിളച്ച് വന്നപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച മീനും ഇട്ടു. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് അങ്ങനെ ചെറിയ തീയിൽ വറ്റി വരട്ടെ. അപ്പോൾ ആദ്യം കുറച്ച് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെറിയ തീയിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ വറ്റി വരുമ്പോഴേക്കും നമ്മുടെ തോരന് ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് കടുക് പിന്നെ വറ്റൽമുളക് ഇട്ട് ഒന്ന് കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചുള്ള ചീര അതിലേക്ക് ഇടാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ആദ്യം ചീര ഒന്ന് വലിയിച്ചെടുക്കാം കേട്ടോ.
ചീര ഒന്ന് വാടി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് എല്ലാം കൂടി ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക. അതൊന്ന് വാടി വരട്ടെ. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉപ്പിട്ട് വേവിച്ചെടുത്തുള്ള ചക്കക്കുരുണ് അത് അതിലേക്ക് ഇട്ടു. ഇനി അതിലേക്ക് അരപ്പിനായിട്ട് ഞാൻ നാളികേരവും പച്ചമുളകും ചെറിയുള്ളിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആണ് നാളികേരം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതേ അരപ്പ് അതിലേക്കിട്ടു. വേവിച്ച് വെച്ചുള്ള ചക്കക്കുരും പിന്നെ അരപ്പും നാളികേരം പച്ചമുളകും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടിയുള്ള അരപ്പും കൂടി അതിലേക്കിട്ടു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ചെറിയ തീയിൽ അങ്ങനെ 1-2 മിനിറ്റ് അങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ കിടന്നിട്ട് ഒന്ന് ആയി. അപ്പോൾ നമ്മുടെ തോരനും റെഡിയായി കേട്ടോ. ഒന്ന് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയി വരുന്ന വരെ ചെറിയ തീയിൽ അങ്ങനെ വയ്ക്കുക. അപ്പോൾ നമ്മുടെ തോരനൊക്കെ റെഡിയാക്കി അതൊരു ബൗളിലേക്ക് മാറ്റി. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് അതും താളിച്ചെടുത്തു. അപ്പുറത്ത് മീൻ വറക്കാനായിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നാളികേരപ്പാലിൽ വെച്ചുള്ള അയിലക്കറിയും പിന്നെ അയില വറുത്തതും പിന്നെ ചീരയും ചക്കക്കുരും കൂടിയുള്ള തോരനും പിന്നെ നാട്ടിൽ നിന്ന് ബീഫ് കൊണ്ടുണ്ടായിരുന്നു. അപ്പം അതും കുറച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ കേട്ടോ. അപ്പം മീൻകറിയും മീനും വറുത്തതും ചക്കക്കുരു തോരനും ഒന്നും കൂട്ടാത്ത ഒരാളുണ്ട് ഇവിടെ. അപ്പോൾ ആൾക്കാണ് ഞാൻ ബീഫ് ഇരിപ്പുള്ളത് കൊണ്ട് പിന്നെ വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ട. ബീഫ് ഇങ്ങനെ വരട്ടിയെടുത്തുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്ത് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് ചേച്ചി കൊടുത്താച്ചുള്ള ബീഫാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്തു. അപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡിയായിട്ട് അദ്ദേഹം നല്ല മാങ്ങാച്ചാറും അതും നാട്ടിൽ നിന്ന് കൊടുത്താച്ചുണ്ടായിരുന്നതാണ്. നല്ല മാങ്ങ അച്ചാറും പിന്നെ ചക്കക്കുരും ചീരയും കൂടിയുള്ള തോരനും ബീഫ് വരട്ടിയതും പിന്നെ നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ